വിൻസ് യൂണിവേഴ്സിലേക്ക് സ്വാഗതം. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ അടുത്ത വീഡിയോകൾ ഒന്നുപോലും മിസ് ചെയ്യാതിരിക്കാൻ ആ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഹിന്ദു ഇതിഹാസമായ രാമായണത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളിലൊരാളായ രാവണനെ എന്തുകൊണ്ടാണ് പത്തതലയൻ, ദശകണ്ഠൻ ബൈ ദശമുഖൻ എന്ന് വിളിക്കുന്നതെന്നും അതിന്റെ പുരാണപരമായ കാരണങ്ങളും കൊളോക്കിയൽ അർത്ഥങ്ങളും താഴെ വിശദീകരിക്കുന്നു. 1. രാവണന് ശാരീരികമായി 10 തലയുണ്ടായിരുന്നോ? അതെ, രാമായണത്തിലെ വിവരങ്ങളനുസരിച്ച് രാവണന് ശാരീരികമായി 10 തലകളും 20 കൈകളുമുണ്ടായിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ ഇത് സാധാരണ മനുഷ്യരെപ്പോലെ സ്ഥിരമായി കാണപ്പെട്ടിരുന്ന 10 തലകളല്ല. പുരാണങ്ങളിൽ ഇതിന് 2 പ്രധാന വ്യാഖ്യാനങ്ങളാണുള്ളത്. മായയും ദൈവീക വരങ്ങളും. ബ്രഹ്മാവിനെ കഠിനമായി തപസ് ചെയ്ത് രാവണൻ നേടിയ പ്രത്യേക വരങ്ങളുടെ ഫലമായാണ് ഈ 10 തലകൾ ലഭിച്ചത്. രാവണന് തന്റെ ഇച്ഛപ്രകാരം ഈ തലകൾ പ്രത്യക്ഷപ്പെടുത്താനും മറയ്ക്കാനും മായാശക്തിയുണ്ടായിരുന്നു. പ്രതീകാത്മകമായ വ്യാഖ്യാനം. 10 തലകൾ എന്നത് രാവണന്റെ 10 വലിയ തിന്മകളുടെയോ വികാരങ്ങളുടെയോ പ്രതീകമാണെന്നും പല പണ്ഡിതന്മാരും കരുതുന്നു. കാമം, ക്രോധം, ലോഭം. ലോഭം അത്യാഗ്രഹം, മോഹം, മദം, അഹങ്കാരം, മാത്സര്യം, ഭയം, ക്രോധം, ജഡത്വം, അജ്ഞാനം എന്നീ 10 ദോഷങ്ങളുടെയും ആകത്തുകയാണ് രാവണന്റെ 10 തലകളെന്ന് ആത്മീയതലത്തിൽ വ്യാഖ്യാനിക്കാറുണ്ട്. 2. മലയാളത്തിലെ കൊളോക്കിയൽ പ്രയോഗവും അതിബുദ്ധിമാനും തമ്മിലുള്ള ബന്ധം. മലയാളത്തിൽ ചില സന്ദർഭങ്ങളിൽ അതിബുദ്ധിമാന്മാരെയോ അല്ലെങ്കിൽ പല കാര്യങ്ങൾ ഒരുമിച്ച് ചിന്തിക്കാൻ കഴിയുന്നവരെയോ തമാശയായോ അല്ലാതെയോ 10 തലയൻ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഇതിന് പിന്നിലെ കാരണങ്ങൾ ഇവയാണ്. 10 പേരുടെ ബുദ്ധി. രാവണൻ കേവലം ഒരു അസുരരാജാവ് മാത്രമല്ലായിരുന്നു. അവൻ സർവകലാശാലകളിൽ പ്രാവീണ്യം നേടിയ വലിയൊരു പണ്ഡിതനും വേദങ്ങളിൽ പ്രാവീണ്യനുമായ ശിവഭക്തനും ആയുർവേദത്തിലും ജ്യോതിഷത്തിലും പ്രഗത്ഭനുമായിരുന്നു. ഒരേ സമയം 10 വ്യത്യസ്ത കാര്യങ്ങളെക്കുറിച്ചോ വിഷയങ്ങളെക്കുറിച്ചോ ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനുമുള്ള അതിമാനുഷികമായ ബുദ്ധിശക്തി രാവണനുണ്ടായിരുന്നു എന്നാണ് ഐതിഹ്യം. ഒരു തലച്ചോറിൽ ഒതുങ്ങാത്ത അറിവ്. 10 തലകളുണ്ടെങ്കിൽ ഒരേ സമയം 10 വ്യത്യസ്ത ദിശകളിൽ ചിന്തിക്കാൻ സാധിക്കുമല്ലോ. ഈ സങ്കല്പത്തിൽ നിന്നാണ് ഒന്നിലധികം കാര്യങ്ങൾ ഒരേ സമയം ചിന്തിച്ച് കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ അസാധാരണ ബുദ്ധിയുള്ള വ്യക്തികളെ നാട്ടിൽ 10 തലയൻ എന്ന് വിശേഷിപ്പിക്കുന്ന പ്രയോഗമുണ്ടായത്. ചുരുക്കത്തിൽ, പുരാണപ്രകാരം രാവണന് ശാരീരികമായി 10 തലകളുണ്ടായിരുന്നു എന്നത് സത്യമാണെങ്കിലും ആ 10 തലകൾ അവന്റെ അസാധാരണമായ അറിവിന്റെയും ബുദ്ധിശക്തിയുടെയും ഒപ്പം അവന്റെ അഹങ്കാരത്തിന്റെയും 10 തിന്മകളുടെയും പ്രതീകമായിട്ടാണ് കാണേണ്ടത്. ഈ വീഡിയോ കണ്ടതിന് ഏവർക്കും വലിയ നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദവും പ്രചോദനകരവുമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വിൻസ് യൂണിവേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ വരാനിരിക്കുന്ന എല്ലാ വീഡിയോകളെക്കുറിച്ചും കൃത്യമായി അറിയാൻ ആ നോട്ടിഫിക്കേഷൻ ബെൽ അമർത്തുമല്ലോ. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളെ വളരാനും കൂടുതൽ മികച്ച വീഡിയോകൾ ചെയ്യാനും സഹായിക്കുന്നത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുക, പുതിയ അറിവുകൾ തേടിക്കൊണ്ടേയിരിക്കുക, പ്രചോദിതരായിരിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ.